ആ കുറ്റി അടിച്ച് പൊട്ടിക്കില്ല, കാശ് കൊടുത്ത് വാങ്ങിച്ചു വെച്ചേക്കണേ. നിനക്ക് തലയ്ക്ക് കൊള്ളണമെങ്കിൽ ആ കുളത്തിൽ പോയിക്കടേ. കൂട്ടിന് പോത്തുമുണ്ട്. രാവിലെ വന്നിട്ടുണ്ട്. മീശേ കുട്ടപ്പെണ്ണെന്നാ മണ്ട അടിച്ച് പൊളിക്കണ്. എന്തല്ലേ പ്രശ്നം? മീശ കേക്കണം. എന്തെന്നാ എനിക്ക് കേട്ടൂടെ? ഞാൻ പള്ളന്തല്ലേ പറയണ, നീ എവിടെ രാവിലെ 8 ദോശയും സാമ്പാറും ഇട്ടിരിക്കുകയാണ്. അപ്പാണ് അവലക്ഷണം കേട്ട മൂദേവി എന്ന് പറയണത്. എന്നും ഈ ഏർപ്പാട് ശരിയാവണം, നാളെ തൊട്ട് പണിക്ക് വേണമെന്ന്. എടാ നീ ആണെങ്കിൽ സഹിക്കോടാ. ഇവക്കൊക്കെ എന്തിനാ ഇത്ര അഹങ്കാരം? തൊഴിലുറപ്പ് അതല്ലേ ഇവരെയൊക്കെ കരളുറപ്പ്. മീശേ, ഈ തൊഴിലുറപ്പൊന്ന് നിർത്തിക്കാൻ പറ്റുമോ? എടാ, ഈ തൊഴിലുറപ്പുള്ളത് കൊണ്ടാ പല വീട്ടിലും പട്ടിണിയില്ലാതെ പോണത്. മീശേ, അവള് തൊഴിലുറപ്പിന് പോകണം, 2-3 വീട്ടിൽ പണിക്കും പോകുന്നുണ്ട്. അല്ലെ ഞങ്ങൾക്ക് ജീവിക്കാൻ അത് പോരെ? പിന്നെ നാളത്തേക്ക് എന്തിടെ നമ്മൾ സമ്പാദിച്ചേക്കണം അല്ലേ മീശേ? ഇതാണ് മനുഷ്യന്മാരുടെ കുഴപ്പം. ഇന്നത്തേക്കല്ല ജീവിതം, നാളത്തേക്കാണ്. നാളെ ജീവിച്ചിരിക്കുമെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നിനക്ക് പറയാൻ പറ്റൂ? മീശ സാറാവേണ്ടതാണ്. മീശ ഇത് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം. ഇവിടെ ഓരോരുത്തന്മാർ സമ്പാദിച്ചു കൂട്ടയല്ലേ നാളത്തേക്ക്. നാളത്തെ കാര്യങ്ങളാ. എടാ ഇന്നത്തെ കാര്യം പറ. എനിക്ക് വിശന്നിട്ട് ഇരിക്കാൻ വയ്യ. നിനക്ക് 4-5 ദോശയുടെ കാര്യമല്ലേ ഉള്ളൂ. അത് മീശ മാറ്റി തരും. ഇന്നത്തെ വിശപ്പ് നാളെ മാറ്റാനുള്ളതല്ല. വരണേടാ. നാളെയാണ് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് വേണോ? നാളെയാണ് മീശേ, നാളെയാണ് നാളെ ആക്ക് വേണം. സാറേ, ഒരു ടിക്കറ്റ് എടുക്കണം. സാറ് ഭാഗ്യമുള്ള ആളാണ്. മുഖം കണ്ടാലറിയാം 2 കോടി സാറിന് അടിച്ചിരിക്കും. നിനക്ക് ദോശ നാളെ കഴിക്കാം. 1 അല്ല 2 ടിക്കറ്റ് എടുക്ക്. അപ്പൊ ഇന്ന് പട്ടിണി. അപ്പൊ നാളെയാണ് നറുക്കെടുപ്പ്. നാളെയാണ്